കാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണല്ലേ ഞാൻ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണോ, എന്താ പറയുക, കല്യാണത്തിൻ്റെതായോണ്ടേ. അടുത്ത മാസമാണ് കല്യാണം, അടുത്ത മാസം ഓഗസ്റ്റ് 25-നാണ്. അപ്പോൾ നല്ല തിരക്കാണ്. പിന്നെ ഓൺഗോയിങ് ഡ്രാമ ഇന്നലെ റിലീസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓൺഗോയിങ് എന്താണെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിന്ന് വന്നിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുണ്ട് നമ്മളുടെ സെറിൻഡിപ്പിറ്റീസ് എംബ്രേസ് എന്ന് പറഞ്ഞ പുതിയ ഓൺഗോയിങ് കൊറിയൻ ഡ്രാമയായിട്ടാണ്. ഈ ഒരു ഡ്രാമ പറയുന്നത് ഒരു കുഞ്ഞ് നല്ലൊരു ക്യൂട്ട് ലവ് സ്റ്റോറിയുടെ ഇതാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് സ്കൂൾ ലൈഫിലുണ്ടായിരുന്ന രണ്ടുപേരും അതിലൊക്കെ ഒരുപാട് നാളിന് ശേഷം അവർ കണ്ടുമുട്ടിയിട്ട് എന്താവും എന്നുള്ളൊരു ഇതാണ് കാണിക്കണത്. നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സോ ഹ്യൂൺ ആണ്. നമ്മുടെ ലവ് അലാം അങ്ങനെ നല്ല അടിപൊളി ഡ്രാമാസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു ആക്ട്രസ്സാണ്. നായകനാണ് ചെയ് ജോങ് ഹിപ്പ്. നമ്മുടെ ഐ ലവ് യു എന്ന് പറഞ്ഞൊരു ഡ്രാമ, കാസ്റ്റവേ ദിവ, നവേർത്ത്ലേഴ്സ്, അങ്ങനെ കുറച്ച് നല്ല ഡ്രാമാസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും സമയം കളയാൻ നമുക്ക് കഥ കേട്ടാലും. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് പണ്ടത്തെ ചാനലിൽ തന്ന അതേ സപ്പോർട്ട് എനിക്ക് തരണം. ഒരു നല്ല ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചാനൽ അങ്ങനെ പുരോഗമിക്കുന്നില്ല. മാസിട്ടാലേ പുരോഗമിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ളത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരും. ഒന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്താലും ഞാൻ എന്താണെങ്കിലും ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കാർ ഇങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഒരു ഉൾഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അത്യാവശ്യം സിറ്റി അല്ല, സോളിൻ്റെ സിറ്റി അല്ല കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നു. അപ്പോൾ കാറിൽ നിന്ന് പെട്ടി ഇറക്കുന്നു. അപ്പോൾ കുറേ ഭാണ്ഡപ്പെട്ടിയൊക്കെ ആയിട്ട് ആരാണ് വരുന്നത്? നമ്മുടെ നായകൻ്റെ പേരാണ് ക്യാങ് ഹൂ യുങ്. കുറേ ക്യാങ് ഉണ്ടല്ലേ നമ്മുടെ ഡ്രാമാസിൽ. ക്യാങ് പാർക്ക് അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ വിഷ്ണു, അഖില് കോമൺ ആയിട്ടുള്ള പേരാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് യോങ് എന്ന് വിളിക്കാം. അവൻ്റെ ലാസ്റ്റ് നെയിം യോങ് ആണ്. യോങ് ഈ പെട്ടിയൊക്കെ തൂക്കി പിടിച്ചിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സെക്രട്ടറി പോലത്തെ ഒരാളുണ്ട്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് വേറെ വല്ല ഹോട്ടലിൽ താമസിച്ചാൽ പോരെ, എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്, ഇത്തിരി അൺകംഫർട്ടബിൾ അല്ലേ. അപ്പോൾ പറയും ഇതെൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. അപ്പോൾ പറയും എന്നാലും നിനക്ക് വേറെ നോക്കായിരുന്നു. അപ്പോൾ പറയും കുഴപ്പമില്ല. എന്നിട്ട് ഇവരകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയിട്ട് ഇവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സെക്രട്ടറി പറയുന്നുണ്ട്, അല്ല നിനക്ക് ഈ 10 days എന്നുള്ളത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തോടെ. അപ്പം ചോദിക്കും എന്തിന്. അപ്പം പറയാലും നീ 10 കൊല്ലത്തിന് ശേഷം US നിന്ന് വരുന്നില്ലേ കൊറിയയിലേക്ക്. അപ്പോൾ നീ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തൊന്ന് നല്ലൊരു ഗെറ്റ് ടുഗദറൊക്കെ ആക്കി ഒന്ന് കുറച്ചും കൂടി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തോ. അപ്പോൾ നമ്മുടെ യോങ് പറയും എനിക്ക് ഫ്രണ്ട്സും ഇല്ല, പിന്നെ എനിക്കതിന് താല്പര്യവും ഇല്ല. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഇവൻ്റെ അമ്മയുടെ പേരിലുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ സെക്രട്ടറിക്ക് അല്ലടാ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടെ. അപ്പോൾ പറയും വേണ്ട, എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പോൾ പറയും ചേട്ടാ നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലയെന്ന്. ഓഹോ അപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, പെണ്ണാണല്ലേ. സത്യം പറ, പെണ്ണാണോ അത്? ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഷൂസ് ഇങ്ങനെ നടന്ന് വരുന്നതാണ്. ആ ഷൂസ് ഇങ്ങനെ മേലേക്ക് കാണിച്ചിട്ട് ഒരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ ഫോൺ വിളിച്ച് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടു, ഞാൻ ബേസ് മേക്കപ്പ് ചെയ്തു, ഞാൻ ഐബ്രോസ് ചെയ്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് അതാണ് ഒരു മേക്കപ്പിൻ്റെ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ബാക്കിലാണല്ലോ ഇവനിങ്ങനെ കാറിലിങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഇങ്ങനെ വാച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ നടു റോട്ടിൽ കൂടിയാണ് ഈ ഫോൺ വിളിച്ച് നടക്കണത്. പിന്നത്തെ സീരിയൽ കാണിക്കുന്ന അവളൊരു ഷോപ്പിലേക്ക് ഇങ്ങനെ കയറി പോകണം, അവൻ നേരെ ഓടിച്ച് പോകുന്നുണ്ട് കേട്ടോ. സീരിയൽ കാണിക്കുന്നത് നമ്മുടെ യോങ് ഉണ്ടല്ലോ, അവനിങ്ങനെ ഒരു ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറി വരാണ്. അപ്പോൾ ഫുള്ള് കപ്പിൾസ് ആട്ടോ. അപ്പോൾ ഒരു കപ്പിൾ സ്പോട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞ കസാരയുമ്പോൾ അവൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ മെയിനെടുത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ പേരെന്താണ്, ലീ ഹോങ് ജു. നമുക്ക് ഹോങ് ജു എന്ന് വിളിക്കാം. അപ്പോൾ അവളിങ്ങനെ വന്നിട്ട് അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആളല്ലേ. അങ്ങനെ ഇവളെന്ത് ചെയ്യും, കസാര ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നത് ഞാൻ ഹേജിയുടെ ഫ്രണ്ട് ലീ ഹോങ് ജു എന്ന് പറയും. അപ്പം ഇങ്ങനെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. പാസ്റ്റിൽ ഇവന് ലവ് ലെറ്റർ ഇങ്ങനെ കൊടുക്കണ ഒരു സീനാണ് കാണിക്കണത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇവരാണെങ്കിൽ ഇവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും യോങ് ജു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് അപ്പോൾ ബാക്കിൽ നിന്നൊരു പെണ്ണിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ നമ്മുടെ ക്യാങ് ഹൂ ജു യോങ് അല്ലേ. പൊട്ടത്തെ ആൾ മാറി ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരത്തേക്ക് ഇവരാരാന്ന് മനസ്സിലായിട്ടില്ല. അവന് പക്ഷേ ക്ലിക്കായിട്ടുണ്ട്. അങ്ങനെ അവൾ സോറിയൊക്കെ പറഞ്ഞിട്ട് മറ്റാളുടെ അടുത്ത് ചെന്നിരിക്കും. അപ്പോൾ ഇവിടെ ഈ പെണ്ണിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ ജോസഫിൻ്റെ കസിനാണെന്ന് പറഞ്ഞിട്ട് മിസോ എന്ന് പറഞ്ഞിട്ട് ഈ പുതിയ പെണ്ണ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്, നിനക്കത് മനസ്സിലായില്ലേ, നമ്മൾ ഒരേ സ്കൂളിലാണ് പോയിട്ടുള്ളത്, പിന്നെ ജോസഫിൻ്റെ കല്യാണത്തിന് നമ്മളുണ്ടായത്, ഞാൻ ഇതിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇവളിങ്ങനെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവന് ബോധമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, മിസ്സു എന്ന് പറഞ്ഞ പെണ്ണ് പറയുന്നുണ്ട്, സാരില്ല നമുക്ക് ഇനി നല്ലപോലെ മനസ്സിലാക്കാം. എന്നിട്ട് അവളിങ്ങനെ ഓർഡർ ചെയ്യും കേട്ടോ. പക്ഷേ ഇവനാണെങ്കിൽ മറ്റോളെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിസ്സോനെ ഒരു അസൂയ അടിച്ചിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് അവളറിയോ. യോങ് പറയും അവളെൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ മിസ്സ് ചോദിക്കും, ഓഹോ അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ചെയ്തിരുന്നോ, എൻ്റെ എക്സ് ആയിരുന്നു അവള്. അപ്പോൾ ഇവനിങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ പറയും, അല്ല നീ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, അവൾക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മിസ്സ് പറയുന്നുണ്ട്, അവൻ നീയാണ് ഒരുപാട് മാറിയത്, കാരണം അവൾക്ക് നിന്നെ മനസ്സിലായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഹോങ്ജു അങ്ങനെ എണീറ്റ് പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവളോട് പറയും നീ പ്രൊസീഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഇവൻ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവരെ കാണാണ്ടാവും. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും അവൾക്ക് തന്നെ മനസ്സിലായില്ല. അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവൾ ഈ ഡേറ്റിന് വന്ന ആളുടെ കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കിട്ടും. അപ്പോൾ അവൾ ആ കാറിൻ്റെ മിററിൽ അവനെ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ മിസ്സോ ഉണ്ടല്ലോ, മിസ്സോ ഇവനോട് പറയും ഞാൻ കാറ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതേ സീന് അവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഇവളുടെ ഡേറ്റിന് വന്ന ചെക്കൻ പറയുന്നുണ്ട് ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് പറയുമ്പോൾ ഇവൾ പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കൻ പറയും, യോങ് പറയും അത് കുഴപ്പമില്ല, എനിക്കിവിടെ കുറേലത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് നീ കാറ് വിളിച്ച് പൊക്കോന്ന് പറയും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട് നിന്നെ കണ്ടത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും അവളിങ്ങനെ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഫൺ മീറ്റിംഗ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പാർട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര നല്ല സ്മൂത്തായിട്ട് പോയിട്ടില്ല ഡേറ്റ്. യോങ് അങ്ങനെ ഫോൺ ചെയ്യുമ്പോഴാണ് യോങ്ങിൻ്റെ ഫ്രണ്ട് ജോസഫ്, നല്ല ചുള്ളനായ ഫ്രണ്ടാണ്, അവൻ വിളിക്കുന്നത്. അവൻ സ്റ്റേറ്റ്സിലുള്ളതാണ്. അപ്പോൾ അവൻ വഴിയാണ് ഈ പെണ്ണിനെ മിസോനെ ഒപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവനിങ്ങനെ പറയും, നീ ഇതിന് അവളെ ഡംപ് ചെയ്തത്, അവൾ നല്ല ബോഡി നല്ല പഠിപ്പുണ്ട്, പിന്നെ അവൾ സ്റ്റേറ്റ്സിലാണ് വർക്ക് ചെയ്യാൻ പോണത്, എന്നിട്ട് നീ എന്തിനാ അവളെ ഡംപ് ചെയ്തത്? അപ്പോൾ പറയും ഡംപ് ചെയ്തതല്ല, എനിക്ക് തോന്നിയില്ല, അത് ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ. അപ്പോൾ ഇവൻ നമ്മുടെ ജോസഫ് ഇങ്ങനെ നല്ല ഇംഗ്ലീഷാണ് കേട്ടോ, ജോസഫിൻ്റെ ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷാണ്. അപ്പോൾ അവനിങ്ങനെ നല്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക, അവർ സ്റ്റേറ്റ്സിലാണല്ലോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് നീ കൊറിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് തീർത്തിട്ട് പോരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൻ നമ്മുടെ യോങ്ചൂനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ഫ്രണ്ടിനോട് പറയും, ഇല്ല ഞാനിവിടെ വർക്കിനല്ലേടാ വന്നത്. അപ്പം പറയും, ചേട്ടാ ജോസഫ് പറയും എന്ത് ബോറനാടോ തനിക്ക് അവിടെ എൻജോയ് ചെയ്തൂടെ? അപ്പം പറയും എനിക്കൊന്നും എൻജോയ് ചെയ്യാനില്ല എന്നൊക്കെ പറയും. ഒരു സാഡിസ്റ്റ് ലൈഫാണ് കേട്ടോ നമ്മുടെ നായകൻ്റെ. അങ്ങനെ നമ്മുടെ യോങ് അങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ കൊച്ചിരിക്കുന്നത്. എന്നിട്ട് പേര് ഹോങ്ജു. അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സീൻ അവൻ പാസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവളുടെ സ്കൂൾ യൂണിഫോമിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ദേടാ അവൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന്. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ കാലിൽ എന്തോ ഒരു ഫ്രാക്ചർ ഇടുന്നു തോന്നുന്നു. അവനിങ്ങനെ ഞൊണ്ടി ഇങ്ങനെ പോയിട്ട് പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇവളിങ്ങനെ ലവ് ലെറ്റർ കൊടുക്കും. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ചോദിക്കും നീ ലെറ്റർ എടുക്കില്ലെന്ന് ചോദിക്കും. അപ്പോൾ അവനത് എടുക്കും. എന്നിട്ട് ഇവൾ പറയും നീ തിരിച്ച് എനിക്ക് മറുപടി എഴുതൂലേ? അപ്പോൾ ആ സീൻ അവിടെ കട്ടാവാട്. പിന്നെ പ്രസൻറ്റിൽ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ ഇവരെന്ത് ചെയ്യും, രണ്ടും കൽപ്പിച്ച് അവളുടെ പേര് വിളിക്കും. ഇങ്ങനെ കറക്റ്റ് ബസ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവനെന്ത് ചെയ്യും, അപ്പോഴേക്കും ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുമ്പോൾ ഇവനെന്ത് ചെയ്യും, ഇങ്ങനെ വളച്ചെടുത്തിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവളെ കാണുന്നില്ല. അപ്പോൾ അവനിങ്ങനെ പാടിപ്പോയി എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് ഇവൻ്റെ മിററിൽ നമ്മുടെ പെൺകുട്ടി, നമ്മുടെ ഹോങ്ജു. അവളാണെങ്കിൽ ഏതോ തട്ടുകടയിൽ നിന്നൊരു ഫുഡ് വാങ്ങാണ്. അങ്ങനെ ഇവളിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അയാൾ ചോദിക്കുക എന്താ വേണ്ടേ? അപ്പോൾ ഇവൻ പറയും ഇവൾ കഴിക്കുന്നത് എന്തും ഞാൻ കഴിക്കാമെന്ന് പറയും. ഫുഡ് ഇങ്ങനെ വാങ്ങിയിട്ട് അവനിങ്ങനെ ഇവളോട് പറയാം സൂപ്പ് ഒന്ന് എടുത്തരും. അപ്പോൾ അവൾ സൂപ്പ് എടുത്ത് കൊടുക്കും. ആ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തരും. അപ്പോൾ അവളിങ്ങനെ ദേഷ്യത്തിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കും. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് വയ്ക്കും. യോങ്ജു. അപ്പോൾ അവൾക്ക് എന്താ നിനക്കെന്നെ മനസ്സിലായില്ല? പറയും എനിക്ക് മനസ്സിലായി, ക്യാങ് ഹൂൺ യോങ് അല്ലേ? അപ്പോൾ ചോദിക്കും അപ്പം നീ എന്താ അപ്പൻ്റെ മനസ്സിലാക്കാതിരുന്ന് പരിചയഭാവം നടിക്കാതിരുന്നത്? അവൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പറയും നമ്മൾ 10 കൊല്ലം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വിളിക്കും ഇത്ര കൊല്ലമായോ? അല്ല നീ കൊറിയയിലുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ കേട്ടല്ലോ നീ USA മാറിയെന്ന്. അപ്പോൾ പറയും ഞാനൊരു ചെറിയ വർക്കിന് വേണ്ടി വന്നതാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ വിളിക്കും അപ്പോൾ ബ്ലൈൻഡ് ഡേറ്റിന് പോയില്ലേ? അപ്പം ചോദിക്കും ഓക്കെ അപ്പം നിനക്ക് കഫേയിലും എന്നെ മനസ്സിലായോ? അപ്പോൾ പറയും പിന്നെ അല്ലാതെ നിനക്ക് ഒരു മാറ്റവും ഇല്ലടാ ചെറുക്ക. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് നീ നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ പറ്റിയൊക്കെ അറിയുന്നുണ്ട്? അപ്പോൾ പറയും ഇല്ല. നീ കണ്ടില്ല? അപ്പോൾ പറയില്ല, ഞാൻ നിന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചോദിക്കും അല്ല നിനക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ ക്യൂരിയസ് അല്ല? പറയും ഇപ്പോൾ ക്യൂരിയസ് ആണ്. ഈ ഫോൺ എടുത്തിട്ട് അറിയാം ഓക്കെ എങ്കിൽ നീ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യും. അപ്പോൾ പറയും എനിക്ക് കൊറിയൻ നമ്പർ ഇല്ല, US ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ടൈപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ഞാനധികം ആൾക്കാരായിട്ട് കമ്പനി ഇല്ല, പക്ഷേ ഹേജി ഉണ്ടല്ലോ അവൾക്ക് എല്ലാവരായിട്ട് കമ്പനിയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം അവൻ എന്നെ മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവനിങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ അവളിങ്ങനെ വലിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും വീണ്ടും വലിച്ച് അവിടെ ഒരു കയ്യാങ്കളി ഉണ്ടാവേ. അപ്പോൾ ചോദിക്കും നിനക്ക് ഹാപ്പി അല്ല എന്നെ കണ്ടതിൽ? അപ്പോൾ അവൾ വായിലുണ്ടത് പിന്നെ മേത്തേക്ക് ഇങ്ങനെ തുപ്പിട്ടോ. അപ്പോൾ ഇവളിങ്ങനെ തുടച്ചിട്ട് സോറി പറയും. അവൻ പറയും പറയും ഞാൻ പെട്ടെന്ന് നിൻ്റെ ഈ തമാശ ചോദ്യം കേട്ടിട്ട് ഞാൻ ഇതാക്കി പോയതാണ്. ഇവൾക്കാണെങ്കിൽ ആകെ ചമലേറ്റ്. ഇവളെന്ത് വേഗം ഇടാം എൻ്റെ ബസ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോട്ടോ.
അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ചേഞ്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ കടക്കാരൻ ചേഞ്ച് കൊടുക്കട്ടെ. അപ്പോൾ കടക്കാരൻ പറയും ഏത് പൊട്ടനാണ് ബസ് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്തത്. നോക്കുമ്പോഴാണ് ഇവൻ്റെ വണ്ടി കോർപ്പറേഷൻകാർ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ സ്ഥലത്ത് പാർക്ക് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഇവൻ വീട്ടിൽ വന്നിട്ട് ഇതിന് പേ ചെയ്യാൻ തോന്നുന്നു ബില്ലൊക്കെ. എന്നിട്ട് അതിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനിങ്ങനെ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഓഫ് അവർക്കൊന്ന് മെസ്സേജ് അയച്ചുകൂടി, ഇങ്ങനെയൊക്കെ അവളിങ്ങനെ വിട്ടിട്ട് പോയിട്ട്. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അവളെ കണ്ടില്ല അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്നിട്ട് ഫോൺ അങ്ങനെ കമിഴ്ത്തേക്കും. എന്നിട്ട് നൈസായിട്ട് പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ മൂപ്പര്. പിന്നെ 10 കൊല്ലം മുമ്പാണ് കാണിക്കുന്നത്. ഒബക് പോങ് എന്ന് പറഞ്ഞ സോളിലത്തെ ഒരു സ്ഥലത്തിലൂടെ ബസ് ഇങ്ങനെ പോവാണ്. നമ്മുടെ യോങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ സ്കൂളിൽ എത്താറുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഡ്രൈവർ പറയും മോനെ എൻ്റെ കൂട്ടുകാരത്തിനും കൂടി വിളിച്ചിട്ട് പോതേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. നോക്കുമ്പോഴാണ് നമ്മുടെ ഹോങ്ജു അവളവിടെ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ പറയും എനിക്കിവളൊന്നും അറിയില്ല. അപ്പോൾ പറയും എന്നാലും കുഴപ്പമില്ല. ഡ്രൈവർ പറയും ഒന്ന് വിളിച്ചെണിപ്പിച്ചിട്ട് പോ. ഇവരാണെങ്കിലോ ഞൊണ്ടി പോയിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഉറക്കം നോക്കി നടന്നു പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ബാക്കിൽ പതുക്കെ നടക്കാൻ കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് കറക്റ്റ് ടൈമിൽ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ ഒരു ടീച്ചർ എപ്പോഴും നിൽക്കും. എല്ലാ ഡ്രാമയിലും എല്ലാ സ്കൂളിലും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഓ നീ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഓൾറെഡി ലേറ്റ് ആയില്ല. അപ്പോൾ നൈസായിട്ട് ഇവൻ്റെ കൂടെ ഇങ്ങനെ പോവേ. അപ്പോൾ ഈ ലേറ്റായി പിള്ളേരെ ഇങ്ങനെ നടു റോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ട് മുട്ടുകുത്തി ഇരുത്തും കേട്ടോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും നൈസായിട്ട് ഇവൻ്റെ കൈയെടുത്തിട്ട് ഇവളുടെ തോളത്തിട്ടിട്ട് ഇവൻ പറയും എന്തൊട്ട് നീ കാണിക്കുന്നത്. അപ്പോൾ പറയും നമുക്ക് നല്ലപോലെ പൂവൻ്റെ കൂട്ടുകാരെ നീ ഒന്ന് സഹായിക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ ടീച്ചർ ആരെന്ന് അറിയാം, നമ്മുടെ മെൽറ്റിംഗ് മിസ് ഓഫ് ലീലെ നമ്മുടെ ചേൻ്റെ അച്ഛൻ. ഞാൻ ചെയ്യും കേട്ടോ, മറന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവളാണെങ്കിൽ സ്ഥിരം ലേറ്റാണേ. അപ്പോൾ നമ്മുടെ ടീച്ചർ ചോദിക്കും ഹോങ്ചോ നീ ഇന്നും ലേറ്റില്ല. അപ്പോൾ പറയും ഞാൻ ലേറ്റില്ല, ഞാൻ ഇവനെ സഹായിക്കായിരുന്നു ടീച്ചറെ. അപ്പോൾ നമ്മുടെ ഇവൻ പറയും ഞാൻ ഇവളിപ്പം മീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ പറയും അല്ലല്ലോ സാർ ഇവന് ഞാൻ നല്ല ഫ്രണ്ട്സ്, ഇവൻ എന്നെ കളിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും ഇവൻ്റെ നെയിം ടാഗ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പറയും എൻ്റെ പേര് നീ പറ. അപ്പോൾ അലവലാതീ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും ഇവളുടെ ബാഗ് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഫുള്ള് ലവ് ഡിക്ഷണറി ഒക്കെയാണ് കേട്ടോ. മൂപ്പര് പഠിക്കാനും നല്ല വരുന്നത്. അപ്പോൾ പറയും എനിക്ക് പഠിക്കാനുള്ളതൊക്കെ ഇതിലുണ്ട് സാർ എന്നൊക്കെ പറയും. അപ്പോൾ സാർ ഇങ്ങനെ തലയ്ക്കൊക്കെ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് വെച്ചിട്ടുണ്ട് മോനെ നിന്നെ. ഇങ്ങനെ കാണിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ മെറ്റാൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ പെട്ടെന്ന് പാൻ അവൻ്റെ ബാഗിലേക്ക് വീഴും. അപ്പോൾ അവൻ പെട്ടെന്ന് ബാഗ് ഇങ്ങനെ തപ്പുമ്പോഴാണ് ഇവൻ്റെ ബാഗിലൊരു ബുക്ക് ഇവൾ വെച്ചതാണ് കേട്ടോ. ഇവളിങ്ങനെ നടന്നവൻ്റെ കെട്ടിപ്പിടിച്ചിങ്ങനെ തോളത്ത് കെട്ടിപ്പിടിച്ചിങ്ങനെ പോകുമ്പോൾ ഇവൾ നൈസായിട്ട് വെച്ചതാണ്. അപ്പോൾ അവനതെടുത്ത് നോക്കുമ്പോഴുണ്ട് ഫസ്റ്റ് ലവിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് കറക്റ്റായപ്പോൾ ഇവൻ ക്ലാസ് ടോപ്പാണ്. അപ്പോൾ ടീച്ചർ ഇവനെ വെച്ച് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പ്രശംസിക്കുകയാണ് ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ അവനിങ്ങനെ വിൻഡോ കൂടെ നോക്കുമ്പോൾ ഇവളിങ്ങനെ നടന്നു പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ശരിയൊക്കെ വരുന്നുണ്ട്. ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓടായിരിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഒരു ഫൗണ്ടൻ്റെ ബാക്കിൽ നിന്ന് അവളിങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ഓ നമ്മുടെ യോങ്ങല്ലത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചെക്കൻ ഇങ്ങനെ ചിരിച്ചോട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഈ ഒരു കോയിൻ, അപ്പോൾ ഈ കോയിൻ അവൾ കൊടുത്തത് എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കോയിൻ പിടിച്ചിട്ട് ഇവളുടെ മെസ്സേജ് ഉണ്ടോ എന്നിങ്ങനെ നോക്കി നമ്മുടെ ചെക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സീനിൽ കാണിക്കുന്നത് ഹോങ്ജു ഹൈജി ഉണ്ടല്ലോ, അവളുടെ ഫ്രണ്ടിൻ്റെ പേരാണ് ഹൈജി. അവൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഇവനെ മീറ്റ് ചെയ്തെന്ന്. അപ്പോൾ ഈ ഹൈജിയുടെ ഫസ്റ്റ് ലവ് ആണ് ഇവൻ. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തിട്ട് അവൻ എന്താ ചെയ്യണം. അപ്പോൾ ഇവൾ പറഞ്ഞു ഞങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, നിനക്ക് അവനോട് ചോദിച്ചൂടെ. അപ്പോഴൊക്കെ ചോദിക്കാൻ പറ്റുമോ. അപ്പോൾ ഇവൾ പറയും ആ ചോദിക്കേ. അപ്പോൾ ഇവൾ പറയും എൻ്റെ ഫസ്റ്റ് ലവാണ്. അപ്പോൾ നമ്മുടെ ഹോങ്ജു പറയും ഓ എനിക്കറിയാൻ എൻ്റെ ഫസ്റ്റ് ലവാന്നൊക്കെ ഉള്ളത്. പിന്നെ കാണിക്കുന്നത് പാസ്റ്റാണ്. അപ്പോൾ പാസ്റ്റിൽ നമ്മുടെ ഹൈജിയുടെയും ഉള്ളിലും സ്കൂൾ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഹൈജി ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എനിക്കൊരു ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്, അവൾ ഭയങ്കര സ്റ്റുഡിയോ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, ആണെങ്കിൽ വൻ ഉഴപ്പത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈജി ഇങ്ങനെ പറയുന്നത് എനിക്കൊരു ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ക്ലാസ്സിൽ ടോപ്പാണ് ഇത് ആ ചെക്കൻ എന്ന് പറയുമ്പോഴാണ് കാങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറയും അവനാണെന്ന് പറയുമ്പോൾ ഇവള് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ഹോങ് ചോദിക്കും ഈ അലവലാതിയാണോ നീ പറഞ്ഞ ചെക്കൻ ഇന്ന് രാവിലെ തേച്ചിട്ട് പോയത്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് ഇത് ചുള്ളനാണല്ലേ, എനിക്ക് അവനെ കൺഫേസ് ചെയ്യാൻ പറ്റും എൻ്റെ ഇഷ്ടം. അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് മനസ്സ് വെച്ച് ആലോചിക്കട്ടെ. എന്നിട്ട് പറയും ഇങ്ങനെ കുറേ ഇങ്ങനെ ധ്യാനിച്ചിട്ട് പറയും നിങ്ങൾ രണ്ടുപേരും 100% ആയിട്ടും ഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് പിന്നെ മുന്നത്തെ സീനിൽ കണ്ടില്ല അവളിങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ എഴുതിയിട്ട് എന്തോ ഓടിപ്പോണത്. അപ്പോൾ അവളിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അവനെ കാണുമ്പോൾ അവളിങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഈ സന്തോഷത്തോടു കൂടി ഹായ് കാണിച്ചത് ഞാൻ വിചാരിച്ചത് എന്തത് അവൾക്ക് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലവറിൻ്റെ ക്രഷ് ഉള്ളത് അതുകൊണ്ടാണ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവന് ഹായൊക്കെ കൊടുത്തത്. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് നമ്മുടെ കൂട്ടുകാരത്തിക്ക് വേണ്ടി എഴുതിയ ലെറ്ററാണത്. അപ്പോൾ കൂട്ടുകാരത്തിക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പോയിട്ട് അത് കൊടുക്കാൻ ഭയങ്കര ചമ്മലായതുകൊണ്ട് കുറേ നിർബന്ധിച്ചിട്ട് നമ്മുടെ ഹോങ്ജു പോയി ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്നൊക്കെ അങ്ങനെ സീക്രട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവളെഴുതിയ ലവ് ലെറ്റർ അല്ല കേട്ടോ.
എന്നിട്ട് ഇവളിങ്ങനെ പറഞ്ഞു ഡാഡാ എൻ്റെ ബുക്ക് നീ സേഫാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ ചോദിക്കും നീ അത് എപ്പോഴും ഇട്ടത്. അപ്പോഴേക്കും നമ്മുടെ ടീച്ചർ വന്നിട്ട് അറിയും എന്താണ് ഇവിടെ പെൺകുട്ടി ബോയ്സ് ആളുകളുടെ ഫ്ലോറിൽ, അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ഫ്ലോറൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവളുടെ വീട്ടിൽ ആ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവളതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈജി ചോദിക്കും എങ്ങനെ ഇട്ടാ ഇതിൻ്റെ ബ്ലൈൻഡ് ആയിട്ട്, ചെക്കൻ സൂപ്പറല്ലേ. അപ്പോൾ പറയാം കുറേ നാളെ ഞാൻ ഇങ്ങനത്തെ ഒരുത്തനെ കണ്ടിട്ട്, ഒരു പാറക്കഷ്ണം പോലെയാണ് അവൻ്റെ മനസ്സ്. ഇവളാണെങ്കിലോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര മടിച്ചിട്ടാ, ഇനി എനിക്ക് കുളിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് ബെഡിൽ കിടന്ന് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിലോ ഈ കോയിനും പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാച്ചിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്രട്ടറി കേട്ടോ ഇവൻ്റെ മാമനാണ് ആൾ. അപ്പോൾ മാമൻസ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവന് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവനിങ്ങനെ വേറെ എന്തോ ആലോചിച്ചിരിക്കാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവൻ ഫുള്ള് കാൽക്കുലേറ്റഡും എല്ലാം അപ്ഡേറ്റ് ആണ്. അപ്പോൾ അവൻ പറയും ഇന്ന ഫോൾഡറിൽ ഇന്ന എറർ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെയും ഈ ഒരു ക്ലയൻറ്റിൻ്റെയും കാര്യം ഹെഡ് ക്വാർട്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് US-ലും കൊറിയയിലും ഇവർക്ക് ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മാമൻ പറയും ഹെഡ് ക്വാർട്ടേഴ്സാ. അപ്പോൾ മാമൻ പറയും ഞങ്ങളൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നിട്ട് ഇവൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അല്ല ഈ ക്ലയൻറ്റിന് നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഉള്ളത്, ഞങ്ങളുടെ ക്ലയൻ്റ് അല്ലേ പോണത്, നീ എന്താ നിൻ്റെ അമ്മ ചെയ്യണ പോലെയാണോ ചെയ്യുന്നത്, നീ അമ്മനെ പോലെ തന്നെയാണല്ലോ. അപ്പം പറയും ഞാൻ അമ്മയുടെ അടുത്തും കൂടിയല്ല, അപ്പം അമ്മയാണ് എന്തോ ബിസിനസ്സിൻ്റെ വലിയ ആളാന്ന് തോന്നുന്നുണ്ട് അമ്മ. അപ്പോൾ ഈ മാമൻസ് ഇങ്ങനെ പറഞ്ഞിട്ടാ നീ കുറച്ചും കൂടി നാളെ ഇവിടെ നിൽക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലയൻറ്റിൻ്റെ കാര്യം നമ്മൾക്ക് ഈ കൊറിയൻ ഓഫീസിൽ തന്നെ നമ്മുടെ കൊറിയൻ ബ്രാഞ്ചിൽ തന്നെ ഡീൽ ചെയ്യാം. അപ്പോൾ ഇവ പറയുന്നുണ്ട് അതൊന്നും എൻ്റെ കേസിലുള്ളതല്ല, അത് അങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. അപ്പോൾ ഇവനിങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ അങ്ങൾ ചോദിക്കും അല്ല നീ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇന്നലെ വന്ന പെണ്ണിൻ്റെ മെസ്സേജിനെ പറ്റിയിട്ടാണോ. അപ്പോൾ പറയും അല്ല. അപ്പോൾ അങ്ങൾ പറയും നീ എന്താണെങ്കിലും എന്നോട് കാര്യം പറ. അപ്പോൾ അവരിങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ അങ്കിളുടെ ഫോൺ വന്ന് അങ്കിൾ എണീറ്റ് പോവേ. അപ്പം അങ്കിൾ ചോദിക്കും എടാ എൻ്റെ കാറിൻ്റെ കീതായോ, നീ എന്തായാലും എടുത്തിട്ടില്ല. അപ്പോൾ പറയും അതാ കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ചോദിക്കും കഴിഞ്ഞ മാസം വാങ്ങിയ വണ്ടി അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ പറഞ്ഞാൽ സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്കിൾ ചോദിക്കും അല്ല സ്ട്രീറ്റിൽ പാർക്ക് ചെയ്യാനുള്ള കാര്യം അതെൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുകൊണ്ട്. അപ്പോൾ മാമൻ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നീ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് സ്ട്രീറ്റിലൊരു പെൺകുട്ടിനെ കണ്ടു, നിൻ്റെ ക്ലാസ്മേറ്റ്, നീ നിർത്തി, അവൾ സുന്ദരിയായിരുന്നോടാ. അപ്പോൾ പറയും അവൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പം അവൻ കൊച്ചു കള്ളൻ. അപ്പോൾ അവൾ ക്ലാസ്മേറ്റ് മാത്രമല്ലല്ലേ നിൻ്റെ എക്സ് ആണോടാ, നിൻ്റെ ഫസ്റ്റ് ലവ് ആണോടാ. ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ കോൾ എടുക്കാൻ പുറത്തേക്ക് പോകും. അപ്പോൾ ആരാണ് വിളിക്കുന്നത്, ഹൈജിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞേടാ ഞാനൊക്കെ ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പറയുമോ മനസ്സിലായി. അപ്പോൾ പറയും കുറേ നാളായല്ലോ. അപ്പോൾ ഇവള് പറയും നീ എന്താ ചെയ്യണപ്പോൾ, കല്യാണം കഴിച്ചോ, ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹോങ്ജു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ ഇതിന് അതാദ്യം ചോദിക്കണത്. ഹൈജി ഇങ്ങനെ അവളോട് പറയും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഹൈജി ഇങ്ങനെ ചോദിക്കും നമുക്കൊരു വെൽക്കം പാർട്ടി ആണെങ്കിലോ. അപ്പോൾ പറയും ഓക്കെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഇവളെന്ത് ചെയ്യും ഓടി വന്നിട്ട് ഹോങ്ജൂരോട് പറയുന്നത് സമ്മതിച്ചു. അപ്പോൾ ഇവൻ്റെ ബഹളം കേട്ടിട്ട് അവനിങ്ങനെ പറയും അവളുണ്ട് അടുത്ത്. അപ്പോൾ നമ്മുടെ ഹൈജി പറയും നമുക്ക് ഈ വീക്കായാലോ, നമ്മുടെ യോങ് പില്ലുണ്ട്, അവന് നിന്നെ പറ്റി ഭയങ്കര ക്യൂരിയസ് ആണ്, പിന്നെ ഹോങ്ജും നമുക്ക് 4 പേർക്കും കൂടി ഹാങ് ഔട്ട് ചെയ്യാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യോങ്ങിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ മാമൻസ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്താണ് എൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റി പറയും, ഇത്രയും ബ്രാൻഡ് ന്യൂ കാറ് എടുത്തുകൊണ്ട് പോകണത് അറിയാതിരിക്കണമെങ്കിൽ അത്രമാത്രം എൻ്റെ ഫസ്റ്റ് ലവ് ആണോടാ, അതൊക്കെ ഞാൻ ചൊറിയുന്നുണ്ട് കേട്ടോ അവനെ. നീ അവരെ കാണാൻ പോവാണ്. അപ്പോൾ മാമൻ ചോദിക്കും അവളില്ലടയിൽ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ കാണാൻ പോവാണ്, എനിക്ക് അവളുടെ നിന്നൊരു സാധനം വേണം. അപ്പോൾ മാമൻ വന്നിട്ട് വയ്ക്കും എന്താടാ അത് തിരിച്ച് വേണ്ടത് നിനക്ക്, ലവ് ആണോടാ അതൊക്കെ പറഞ്ഞ് വൻ ചൊറിയൽ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഒരു കുഞ്ഞൊരു ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇവൻ്റെ യോങ് പില്ല് വർക്ക് ചെയ്യുന്നത്. ഇവൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അവനിങ്ങനെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവനിങ്ങനെ പറയും ചേട്ടാ നീ ഇത്ര കറക്റ്റ് ടൈമിൽ, അപ്പോഴേക്കും നമ്മുടെ ഹൈജി എത്തിയിട്ടോ, ഇത്ര പങ്ക്ച്വലായിട്ട് നീ ആദ്യമായിട്ടുള്ള എത്തുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഹീൽസൊക്കെ വലിച്ചു വരിയിട്ടിട്ട് കാലൊക്കെ പൊട്ടിരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കും ഒരു ടീച്ചർ ഇങ്ങനത്തൊക്കെ ഇടേണ്ട കാര്യമുണ്ടോ. അപ്പോഴേക്കും ടീച്ചർ ഇട്ടാലും എന്താ. അപ്പോൾ ഇവളിങ്ങനെ പറയും എടാ നിനക്കറിയാലോ ഞാൻ എൻ്റെ ചെക്കനായിട്ട് വീണ്ടും ഒന്ന് കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാ വരുന്നത്, അതുകൊണ്ട് നീ വായ തോന്നിയൊന്നും പറയരുതേ. അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിട്ട് ഇപ്പോൾ പറയാൻ മാത്രം. അപ്പോൾ പറയും അല്ല നീ അവനെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ നിൻ്റെ പഴയ കൊലത്തേക്ക് പോകണ്ടേ. അപ്പോൾ പറയും അത് തന്നെയാണ് നീ വാ തുറക്കരുത്. അപ്പോൾ പറയും എന്തിട്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പ്ലാസ്റ്റിക് സർജറിക്ക് മുഖമെല്ലാം മാറ്റാൻ പറ്റും, പേഴ്സണാലിറ്റി മാറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ നല്ലൊരു ലുക്കാക്കി എടുത്തത്. അപ്പോൾ നമ്മുടെ യോങ് ഇങ്ങനെ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരും ബ്ലിങ്ക് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സോങ് പില്ല് എന്നിട്ട് അവൻ്റെ പേര് സോങ് പില്ല് അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയും എടാ നിനക്ക് സുഖമില്ലടാ, നീ 10 കൊല്ലം നിനക്ക് എങ്ങനെ എന്നെ ഉപേക്ഷിക്കാൻ ഇഗ്നോർ ചെയ്യാൻ തോന്നി. അപ്പോൾ ഹൈജി നൈസായിട്ട് അവനെങ്ങനെ പിച്ചിട്ടാ എന്നിട്ട് പറയും ഞാനൊന്ന് ഇപ്പോൾ സംസാരിക്കട്ടെടാന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ കൈയൊക്കെ കൊടുക്കും ഇവന്. അപ്പോൾ ഇവന് നമ്മുടെ യോങ് എന്ത് ചെയ്യും മറ്റവനോട് ചോദിക്കും ആരത്. അപ്പോൾ അവൻ പറയും എനിക്കറിയാതെ എനിക്ക് മനസ്സിലാവാൻ പറ്റിയതാ, ഇതാണ് നമ്മുടെ ഹൈജി. അവളുണ്ടല്ലോ മൊത്തത്തിൽ അവളുടെ മുഖം മാറ്റി തരുമ്പോൾ ഇവളെന്ത് ഒറ്റ തള്ളി അവരെ അകത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് അവൾ പറയും ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ണം കുറഞ്ഞു അതുകൊണ്ടാണ്. അവനിങ്ങനെ ചോദിക്കും നമ്മുടെ ഹോങ്ജു എത്തിയില്ലേ.
അപ്പോൾ ഇവളിങ്ങനെ നടന്ന് വരായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു ആക്ടറിൻ്റെ ഒക്കെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഒരു രൂക്ഷമായ മുഖം ഇങ്ങനെ അവളിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളെന്ത് ചെയ്യും, തിരിച്ച് നടന്ന് പോടുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിലാണെങ്കിലോ ഇവർക്ക് ഭയങ്കര ഓക്വേർഡ് മൂമെൻ്റാണ്. ഇവനാണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല, ഇവളാണെങ്കിൽ ഇവനെ കാണാൻ വന്നതാണല്ലോ, അല്ല ഇവളെ കാണാനല്ലോ ഇവൻ വന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഡ്രിങ്ക്സൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ നമ്മുടെ സോങ് പിൽ പറയും, അല്ല നീ കുറേ നേരമായില്ല പറയുന്നത്, എനിക്ക് മടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ ഓടിച്ചൊക്കെ വിടുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹോങ്ജു ഉണ്ടല്ലോ, ഹോങ്ജു ഒരു സ്ഥലത്തേക്ക് വരാണ്. അപ്പോൾ അവൾ ഈ പാർട്ടിക്ക് അവരുടെ ഗെറ്റ് ടുഗദർ പാർട്ടിക്ക് വരാൻ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അവളുടെ സിഇഒൻ്റെന്ന് ഒരു മെസ്സേജ് വരും, ഇവൾക്ക് വേറൊരു സിഇഒക്ക് ഒരു ഗിഫ്റ്റ് പ്രസൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർ പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവളെന്ത് ചെയ്യും, ഇവളുടെ സിഇഒൻ്റെ ബിഹാവിൽ മറ്റേ ആൾക്ക് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അയാൾ പറയും നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ അവളെ നിർബന്ധിക്കുമ്പോൾ ഇവളിങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവൾ ആ സ്ട്രീറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയില്ലേ, അയാൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ റൈറ്ററാണെന്ന് തോന്നുന്നുണ്ട്, ഇത് ക്ലിയർ ആവുന്നില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ ഇവളെന്ത് ചെയ്യും, നൈസായിട്ട് അവനെ കാണുമ്പോൾ മുങ്ങുമ്പോൾ ഈ പ്രസൻറ്റ് കൊടുത്ത ആളുണ്ടല്ലോ, അയാൾ പറയും നീ എവിടേക്കാണ് പോകണം, നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് അല്ലേ. അപ്പോൾ ക്ലോസ് ഒന്നുമല്ല. അപ്പോൾ ഇയാളങ്ങനെ പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ അടുത്തേക്ക്. അപ്പോൾ കാണിക്കുന്നത് ബാങ്ക് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും നിനക്ക് സുഖമല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സീൻ ഇവിടെ കട്ടാവാണ്. ഇവിടെ നമ്മുടെ ഗെറ്റ് ടുഗദർ സീനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സോങ് പില്ലും ഇവനും കൂടി ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവള് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ യോങ് പറയും അത് സാരില്ല, അവളുടെ വർക്ക് റിലേറ്റഡ് അല്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് മണി അടിക്കുന്നത്. നമ്മുടെ ഹോങ്ജു ആണെങ്കിലോ കുടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഹൈജിയും ഹോങ്ജുവും തമ്മിൽ കെട്ടിപ്പിടിച്ചൊക്കെ സീനുകളുണ്ട്. അപ്പം നമ്മുടെ സോങ് പില് പറയുന്നുണ്ട് അവൾ കുറേ ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്തതാണ്, അവളിങ്ങനെ ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോങ്ജു പറയും എനിക്കൊരു ബിയർ വേണം. അപ്പോൾ നമ്മുടെ സോങ് പിൽ പറയും നീ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ബിയറൊക്കെ കുടിച്ച് അവൻ്റെ സെയിലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം എന്തിനാണ് സീനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞൊരു തമാശയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോങ്ജു പറയും എനിക്ക് ഇന്ന് കുടിക്കാൻ പറ്റും, നിനക്കറിയോ ഞാനിന്ന് ആരെയും മീറ്റ് ചെയ്തതെന്ന്, എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സോങ് പിൽ അവളുടെ വായിൽ എന്തോ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുഡാണല്ലോ ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ അവളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ സ്പൈസ് കയറിയിട്ട്. അപ്പോൾ ഇവൻ ചോദിക്കും സോങ് പിൽ കേടാ നീ എവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ പറയും ഞാൻ സോങ് ബോക്കിൽ. അപ്പോൾ ഇവൻ പറയും എങ്കിൽ ആ കള്ളുകൂടിയത്തിനൊന്ന് കൊണ്ടുപോകും, അവളും അവിടെ തന്നെയാണ് താമസിക്കണത്, ഇവിടെ ഹൈജീനെ ഞാൻ നോക്കിക്കൊണ്ട്. അപ്പോൾ അവനിങ്ങനെ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തിട്ട് സോങ് പിൽ പറയും അതെ ഇപ്രാവശ്യം നീ ഗുഡ് ബൈ പറയാതെ പോവരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇവളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കള്ളുടിച്ച് ബോധമില്ലാണ്ട് അങ്ങോട്ട് ആടി കൊല്ലഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാം അതെ എനിക്ക് നിന്നെ കാണാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം സെറ്റിൽ ചെയ്യാനുണ്ട്. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴേക്കും ഇവൾ ഓടിയിട്ട് സ്കൂളിൻ്റെ അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പറയും ഞാൻ ഇപ്രാവശ്യം ഈ കാരനാണ് ലേറ്റ് ആയതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കും ഞാനതൊരു ലേറ്റ് ഇട്ടില്ല. അപ്പോൾ പറയാം എടാ നാണം കെട്ടവനെ നിനക്ക് ഓർമ്മയില്ലടാ, ഞാൻ ഫസ്റ്റ് നിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു, നിന്നെ സ്കൂൾ വരെ നിന്നെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി, എന്നിട്ട് നിൻ്റെ പേര് പറഞ്ഞേക്ക് ചീത്തയും കേട്ട്, എന്നിട്ട് നീ അതൊക്കെ മറന്നു. അപ്പോൾ ഇവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ചോദിക്കും ഓ നീ അപ്പോൾ യോങ് അല്ലല്ലോ. അപ്പോൾ ചോദിക്കും അതെന്താ, അല്ല പണ്ടത്തെ യോങ്ങിന് ഇതുപോലെ ചിരിക്കാനറിയില്ല. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട് നീ വന്നുകൊണ്ടേക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ചോദിക്കില്ല നീ എവിടേക്കാണ് ഡ്രിങ്ക്സ് കഴിക്കാൻ പോയത്. അപ്പോൾ അവൾ പറയും ഓ എനിക്ക് ഓർമ്മയില്ലടാ. അപ്പോൾ ചോദിക്കും ഓഹോ. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് എടാ ഞാൻ എൻ്റെ ഇതിലൊരു ബുക്ക് വെച്ചത് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ബുക്കിൽ ഫസ്റ്റ് ലവിനെ പറ്റിയിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവളിങ്ങനെ പറയും ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ളതാണ്, അത് ഒരിക്കലും സംഭവിക്കുന്നതാണ് ലൈഫിൽ. പക്ഷേ അതിന് ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നമ്മളത് ഫ്രീസ് ചെയ്ത് പുറത്ത് വെച്ചാലും ചിലപ്പോൾ അത് പുറത്തെടുക്കുമ്പോൾ അതിന് എക്സ്പയറി ഡേറ്റ് ചെയ്ത് കേടായി പോകും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, യു ഷുഡ് നെവർ മീറ്റ് യുവർ ഫസ്റ്റ് ലവ്. നീ ഒരിക്കലും നിൻ്റെ ഫസ്റ്റ് ലവിനെ മീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അവൻ്റെ ഫസ്റ്റ് ലവ് ഇവളാണല്ലോ. എന്നിട്ട് ഇവളെന്ത് ചെയ്യും, അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇവനിങ്ങനെ പിന്നാലെ വരെ. അപ്പോൾ വിളിക്കും നീ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ അവൻ ചോദിക്കും നീ എവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവൾ പറയും പിന്നെ അല്ലാണ്ട് ഞാൻ കണ്ടവൻ്റെ വീട്ടിൽ ഇടിച്ച് കയറാമെന്നാണോ നീ വിചാരിക്കുന്നത്. ഫോൺ ചിരിക്കിട്ടോ നീ ഭയങ്കര ഫണ്ണിയാന്നൊക്കെ പറയും. എന്നിട്ട് അവനെങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഫുഡ് ഫ്രോസൺ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.